ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായല്ലോ വീഡിയോ ഇട്ടിട്ട്. നമുക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഇനി നമ്മൾ മുടങ്ങാതെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി തുടർന്നങ്ങോട്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുനാരകത്തെ പറ്റിയാണ് കേട്ടോ. ചിലരൊക്കെ പറയാറുണ്ട് ചെറുനാരകം നട്ടിട്ട് വർഷങ്ങളായി ഇതുവരെ കായ്ച്ചിട്ടില്ല എന്നൊക്കെ. നമ്മൾ ഈ നട്ടിട്ടുള്ള ചെറുനാരകം വളരെ കുറച്ച് നാളായിട്ടുള്ളൂ നമ്മൾ ഈ നാരകം നട്ടിട്ട്. 2 ചട്ടിയിലും ചെറുനാരകം വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ നാരകം നട്ടിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ്ച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വളങ്ങൾ കൊടുക്കാമെന്നും അതെങ്ങനെയൊക്കെ വിചരിക്കണമെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തേത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മളിതിൽ പറയുന്നത്. നമ്മൾ ചെറുനാരകം നട്ട ശേഷം ഇടയ്ക്ക് വളങ്ങളൊക്കെ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ നാരകം നട്ടതിന് ശേഷം വളങ്ങളൊന്നും കൊടുക്കാണ്ടിരുന്നാലും നമ്മുടെ നാരകത്തിൽ കായ്കളൊന്നും ഉണ്ടാവില്ല. അത് അത്യാവശ്യം വളങ്ങൾ കൊടുത്താൽ മാത്രം കായ്ക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ. ചെറുനാരകം നിലത്തൊക്കെയാണ് നടുന്നതെങ്കിൽ നമുക്ക് അത്ര അധികം വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും അവ അത്യാവശ്യം മണ്ണിൽ നിന്ന് വളങ്ങളൊക്കെ വലിച്ച് വളർന്നു വരുന്നതായിരിക്കും. നമ്മൾ ഇതുപോലെ ചെടിച്ചട്ടിയിലൊക്കെയാണ് നാരകം നടുന്നതെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളിലൊക്കെയാണ് നാരകം നടുന്നതെങ്കിൽ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിലൊക്കെ നന്നായിട്ട് കായ്കൾ പിടിക്കുകയുള്ളൂ. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാം. അത് കടലപ്പിണ്ണാക്ക്, ചാണകം എന്നിവ പുളിപ്പിച്ച ശേഷം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ചിലവുമില്ലാത്ത നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പഴത്തൊലി അതുപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ കൂടിയിട്ട് നന്നായിട്ട് പുളിപ്പിച്ച് അതൊഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു വളമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെറുനാരകത്തിന് എല്ലാ മാസത്തിലും കുറച്ച് ചാണകപ്പൊടി, ഒരു പിടി എല്ലുപൊടി, അതുപോലെ അതിലേക്ക് കുറച്ച് ചാരം, ഒരു പിടി ചാരം മതി കേട്ടോ. ചാരം ചൂട് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അതിടുമ്പോൾ വേനൽക്കാലത്തൊക്കെ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് തന്നെ നനച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. അത് നമുക്ക് മിക്സ് ചെയ്ത ശേഷം മണ്ണ് ചട്ടിയിൽ കുറവാണെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ചെറുനാരകത്തിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുനാരകം നമ്മൾ ടെറസിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളിലൊക്കെയാണ് നട്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ 2 നേരവും നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചെറുനാരകം നല്ല രീതിയിൽ കായ്ക്കണമെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും നനവ് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഇതിൻ്റെ ചുവട്ടിലൊക്കെ പോകുമ്പോൾ മുള്ളുകളൊക്കെ നല്ല പോലെ കുത്തുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറുനാരകത്തിൻ്റെ ചുവട് വൃത്തിയാക്കിയ ശേഷമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ അത് കാണിച്ചപ്പോൾ അങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ചെറുനാരകത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ എത്ര അധികം വളങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല കായ്ഫലവും ലഭിക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കായ്ച്ചു കിട്ടിയത്. എപ്പോഴും ചെറുനാരകം നടുമ്പോൾ പോട്ടി മിക്സ് മുതൽ, അതായത് തുടക്കം മുതൽ തന്നെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെറുനാരകം നടാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നല്ല വിളവും ലഭിക്കും. പൂക്കളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ അറിയാം നമുക്ക് എല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ. കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും, എന്നാലും കായ് പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചെറുനാരകത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറുനാരകത്തിന് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം ഇലമഞ്ഞളിപ്പാണ് കേട്ടോ. അത് ഒട്ടുമിക്ക പേർക്കും വരുന്ന ഒരു അസുഖം തന്നെയാണ്. അതിന് നമുക്ക് നമ്മുടെ എപ്സം സാൾട്ട് മാത്രം മതി. അത് 1/2 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലൊക്കെ കലക്കി അതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് ഒഴിച്ച് വല്ലപ്പോഴും ആ മഞ്ഞളിപ്പ് കണ്ടു തുടങ്ങുന്ന സമയങ്ങളിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതൊക്കെ മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെറുനാരകത്തിന് അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇനി എത്ര വളങ്ങൾ കൊടുത്തിട്ടും നിങ്ങളുടെ നാരകം കായ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ
മോര് ശർക്കരക്കൂട്ട് ലായനി എന്നൊരു വളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയ ശേഷം അത് നമ്മൾ നമ്മുടെ ചെടികൾക്ക്, ഫ്രൂട്ട് പ്ലാന്റ്സിനൊക്കെ പ്രത്യേകിച്ച് നല്ലതാണ്. അത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നാരകം നല്ല രീതിയിൽ കായ്ച്ചു കിട്ടുന്നതാണ് കേട്ടോ. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നാരകത്തിന് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു വളം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ കഞ്ഞിവെള്ളം ഇല്ലേ, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം എല്ലാ വീട്ടിലും എന്തായാലും ഉണ്ടാവുമല്ലോ. അത് നന്നായിട്ട് പുളിപ്പിച്ച്, എത്രയധികം പുളിപ്പിക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ടൊക്കെ പുളിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിന് അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അതിലേക്ക് ഒരു പിടി ചാരം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. കണ്ട, പുളിച്ചപ്പോൾ ഇത് പാട കെട്ടിയ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ഇരട്ടി വെള്ളം കൂടിയും ചേർത്ത് നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം വീതം നമ്മുടെ നാരകത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ വളം നമുക്ക് നമ്മുടെ ചെറുനാരകം, കറിവേപ്പ്, പച്ചക്കറികൾ ഇതിനൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ. കഞ്ഞിവെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ ചെടികൾക്ക് യാതൊരു ദോഷവും ഉണ്ടാവുന്നതല്ല. ഇതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെറുനാരകം നല്ല രീതിയിൽ തന്നെ കായ് പിടിപ്പിച്ചെടുക്കാൻ കഴിയും. ഇതിലുണ്ടാവുന്ന ഓരോ ചെറിയ തളിർപ്പിലും കണ്ടോ, നിറച്ച് പൂവുകൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.